ഇത് നമ്മുടെ ലോകം. അടുത്തതാണ് മെനി വേൾഡ്സ്. ഒന്നിൽ കൂടുതൽ ലോകങ്ങൾ. ശരിക്കും എന്താണ് മെനി വേൾഡ്സ്? ഈ ലോകത്ത് നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ കുറേ ഭൂമികൾ യൂണിവേഴ്സിൽ കോപ്പികളായി തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ തിയറി പറയുന്നത്. ഇനി ഈ തിയറി എങ്ങനെ വന്നു നമുക്കൊന്ന് നോക്കിയാലോ. ഹലോ ഡി ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു സോറി. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഒരു മാസം മുമ്പാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. സോ വേവ് ഒപ്റ്റിക്സിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു അത്. അതിന് വളരെയധികം നല്ല റെസ്പോൺസ് കിട്ടി. സോ അതിനെല്ലാവർക്കും നിങ്ങൾക്ക് താങ്ക് യു. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെറിയൊരു ഡിലേ അവിടെ കാണിച്ചു. ഒരു മാസത്തോളം വൈകിട്ടാണ് ഈ ഒരു പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതിന് ചെറിയൊരു സോറി നിങ്ങളുടെ അടുത്ത് എല്ലാവരും പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മെനി വേൾഡ്സ് തിയറി നമ്മൾ എന്താണെന്ന് കണ്ടു അല്ലേ? യെസ്, അത് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എങ്ങനെ ഈ മെനി വേൾഡ്സ് തിയറി വന്നു? യെസ്, അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ വിഷയം. ഓക്കെ, ഈ മെനി വേൾഡ്സ് തിയറി പ്രത്യേകതരം എക്സ്പെരിമെന്റിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്തത്? യെസ്, പ്രൂവ് ചെയ്തെടുക്കാൻ സാധിച്ചത്. സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തു? യെസ്, ഈ ഒരു ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന ഈ ഒരു എക്സ്പെരിമെന്റ് അത് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? യെസ്, നമ്മുടെ ഈ ഒരു മെനി വേൾഡ്സ് തിയറി എന്ത് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. അപ്പോൾ എക്സ്പെരിമെന്റിന്റെ പേരാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഫിസിക്സിലെ ക്വാണ്ടം ഫിസിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ട് അതെങ്ങനെ വന്നു, ക്വാണ്ടം ഫിസിക്സിന്റെ ചെറിയ ഒരു അടിത്തറ തന്നെയാണ് യെസ് ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയും. നമുക്ക് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ലെങ്കിൽ കൂടെ വളരെ ബേസിക് ആയിട്ട് തന്നെ അതിലുള്ള ടേംസ്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. യെസ്, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് നോക്കാം. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിന് വേണ്ടി 2 സ്ലിറ്റുകളാണ് ആവശ്യം. അതിനായി തന്നെ ഞാൻ 2 സ്ലിറ്റുകൾ എടുക്കും. ഓക്കെ, ഞാൻ മോളിൽ എ സ്ലിറ്റ് 1, ബി സ്ലിറ്റ് 2. ഓക്കെ, 2 സ്ലിറ്റുകൾ എടുക്കും. അടുത്തതായി തന്നെ ഈ സ്ലിറ്റുകളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എന്ത് വെച്ചു? സ്ക്രീൻ വെച്ചു. ഈ സ്ക്രീൻ എന്തിനാവാം? യെസ്, നമ്മൾ സ്ലിറ്റുകളിലൂടെ ലൈറ്റ് കിടത്തി വിടുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്ക്രീനിൽ എന്ത് കാണാൻ സാധിക്കും? യെസ്, ഒരു പ്രത്യേകതരം പാറ്റേൺ കാണാൻ സാധിക്കും. ഓക്കെ, അതെന്ത് പാറ്റേൺ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ 2 സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ സ്മാൾ ഡി എന്നും സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ ഡി എന്നും നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ 2 സ്ലിറ്റുകളിലൂടെ ലൈറ്റ് കിടത്തി വിടുന്ന സമയത്ത് ഒരു പ്രത്യേകതരം പാറ്റേൺ നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ ഒരു പാറ്റേണിനെ നമ്മൾ ഒരു പേര് വിളിക്കും. അതാണ് ഇന്റർഫിയറൻസ് പാറ്റേൺ എന്ന് പറയും. ഓക്കെ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിലൂടെ മാത്രമേ ഈ ഒരു ഇന്റർഫിയറൻസ് പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. അതാണ് y = ലാംഡ d by d എന്ന് പറയും. y ഈസ് ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് y ആണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ലാംഡ d by d എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ അതിൽ ഓരോ ടേംസ് ഏതൊക്കെയാണ്? ലാംഡ എന്ന് പറഞ്ഞാൽ നമ്മൾ കടത്തി വിടുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്, ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ സ്ക്രീനും സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, പിന്നെ അതേപോലെ തന്നെ സ്മാൾ ഡി എന്ന് പറഞ്ഞാൽ 2 സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ വളരെ കൃത്യമായി തന്നെ പഠിക്കാനുള്ളത്. പക്ഷേ ഇത്രത്തോളം മാത്രമേ നമ്മൾ സിലബസിൽ ഒരു പ്രയോറിറ്റി നൽകുന്നുള്ളൂ. അപ്പോൾ ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ.